300 പേരെ വളഞ്ഞ് പോലീസ്. CMRL മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട് പിണറായി വിജയന്റെ വീടിലടക്കം 12 ഇടങ്ങളിൽ കഴിഞ്ഞ ദിവസമാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് റെയ്ഡ് നടത്തിയത്. പിണറായി വിജയന്റെ വീട്ടിലെ റെയ്ഡിൽ പ്രതിഷേധിച്ചുകൊണ്ട് അക്രമികളായിട്ടുള്ള ഒരു വലിയൊരു സംഘം തിരുവനന്തപുരത്ത് തടിച്ചുകൂടിയിരുന്നു. EDയുടെ വാഹനമടക്കം തകർത്തു. ഇവർക്കെതിരായി ഇപ്പോൾ പോലീസ് കർശനമായിട്ടുള്ള നടപടിയാണ് സ്വീകരിച്ചിരിക്കുന്നത്. ഇന്ന് 11 പേരെ റിമാൻഡ് ചെയ്തു. തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് ഈ 11 പ്രതികളെ റിമാൻഡ് ചെയ്തത്. ഇതിൽ IP ബിനു, ദിനകർ അടക്കമുള്ള 11 പേരാണ് ഉള്ളത്. IP ബിനു പാളയം CPM ഏരിയ സെക്രട്ടറിയാണ്. അദ്ദേഹം പോലീസിന് പിടികൊടുക്കുന്നതിന് മുൻപായി അല്ലെങ്കിൽ കോടതിയിൽ കീഴടക്കുന്നതിന് മുൻപായി ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിരുന്നു. സഖാക്കളെ പോയിട്ട് വരാം എന്നായിരുന്നു ആ പോസ്റ്റ്. പക്ഷേ ഇപ്പോൾ പോലീസ് നടത്തുന്ന നടപടി എന്ന് പറയുന്നത് പോലീസിന്റെ അഭിമാനം കളഞ്ഞ ഒരു നടപടി എന്ന നിലയിലാണ് ഈ സംഭവത്തെ പോലീസ് നോക്കിക്കാണുന്നത്. അതുകൊണ്ട് തന്നെ കണ്ടാലറിയാവുന്ന 300 പേർക്കെതിരെ കർശന നടപടിയാണ് പോലീസ് എടുക്കാൻ പോകുന്നത്. സാധാരണ ഇത്തരം സംഭവം വരുമ്പോൾ കണ്ടാലറിയാവുന്ന ഇത്ര പേർക്കെതിരെ നടപടിയെടുക്കും എന്നുള്ളത് പോലീസിന്റെ ഒരു സ്ഥിരം പല്ലവിയാണ്. പക്ഷേ ഇക്കാര്യത്തിൽ അത് വളരെ ഗുരുതരമായിരിക്കുന്നു. കാരണം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അടക്കം ഈ കേസിൽ ഇടപെട്ടതോടുകൂടി ഈ അക്രമി സംഘത്തിലെ 300 പേരെ തന്നെ പോലീസ് പിടികൂടാനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അതിന്റെ ഭാഗമായി ഇന്ന് ഫോറൻസിക് വിഭാഗം എത്തി വാഹനങ്ങളിലടക്കമുള്ള വിരലടയാളം അടക്കമുള്ളവയെല്ലാം ശേഖരിച്ചിട്ടുണ്ട്. തെളിവുകൾ, ശാസ്ത്രീയമായ തെളിവുകളെല്ലാം ഇന്ന് ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമാക്കിയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ 300 പേരെയും അറസ്റ്റ് ചെയ്യുക എന്ന് തന്നെയാണ് കേരള പോലീസിന്റെ പ്രധാനപ്പെട്ട അജണ്ട. മാത്രമല്ല, കേരള പോലീസ് ഇവിടെ പരാജയപ്പെടുന്നു എന്ന് കണ്ടാൽ ഒരുപക്ഷെ കേന്ദ്രം CBIക്ക് ഈ കേസ് വിട്ടേക്കും. അതും കേരള പോലീസിനെ തിരിച്ചടിയാണ്. തങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന അന്വേഷണ വീഴ്ചയായിട്ടാണ് ഒരുപക്ഷെ CBI വന്നാൽ അതിനെ പോലീസ് കാണുക. അതുകൊണ്ട് DGP നേരിട്ട് തന്നെ ഇക്കാര്യത്തിൽ റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുകയാണ്. ഫോറൻസിക് വിഭാഗം പരിശോധനകൾ നടന്നുകൊണ്ടിരിക്കുന്നു. 3 ലക്ഷം രൂപയുടെ പൊതുമുതൽ നശിപ്പിച്ചു എന്നാണ് ഇന്ന് പോലീസ് കണ്ടെത്തിയ പ്രാഥമികമായിട്ടുള്ള ഒരു കണക്ക്. 3 ലക്ഷമല്ല, അതിൽ കൂടുതൽ പൊതുമുതൽ നശിപ്പിക്കപ്പെട്ടു എന്ന് തന്നെയാണ് പോലീസ് കരുതുന്നത്. അതിനെ സംബന്ധിച്ചുള്ള വിശദമായ പരിശോധന വരും ദിവസങ്ങളിൽ ഉണ്ടാകും. വധശ്രമം, ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തൽ, പൊതുമുതൽ നശിപ്പിക്കുക തുടങ്ങി ജാമ്യം കിട്ടാത്ത ഗുരുതരമായിട്ടുള്ള വകുപ്പുകളാണ് ഈ പ്രതികൾക്കെതിരെ ചുമത്തിയിട്ടുള്ളത്. ഇന്ന് 11 പ്രതികളെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തെങ്കിലും വരും ദിവസങ്ങളിൽ ഈ 300 പേരെ തന്നെ കൃത്യമായി ഐഡന്റിഫൈ ചെയ്ത് അറസ്റ്റ് ചെയ്യാനാണ് നീക്കം. പഴയതുപോലെ SFI സമരമൊക്കെ വരുമ്പോൾ സാധാരണ പോലീസ് ചെയ്യുന്നത് കണ്ടാലറിയാവുന്ന 12 പേർക്കെതിരെ അല്ലെങ്കിൽ 20 പേർക്കെതിരെ എന്ന് പറഞ്ഞു പോകുന്നതിനപ്പുറമായി ഈ 300 പേരെ തന്നെ കൃത്യമായി പോലീസ് വളഞ്ഞിരിക്കുന്നു. അവരുടെ വിശദാംശങ്ങൾ ശേഖരിക്കുകയാണ് പോലീസ്. വരും ദിവസങ്ങളിൽ ഇവരെ എല്ലാം തന്നെ അറസ്റ്റ് ചെയ്യും എന്ന് തന്നെയാണ് പോലീസിന്റെ നിലപാട്. അല്ലെങ്കിൽ അത് കേരള പോലീസിന് നാണക്കേടാകും. ഇപ്പോൾ തന്നെ പോലീസിന് നാണക്കേടാണ്. അന്നത്തെ ദിവസം പോലീസിന് കാര്യമായി ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ക്രമസമാധാന നില വളരെ രൂക്ഷമായ വിധത്തിൽ തകർന്നിരുന്നു എന്ന രീതിയിൽ വലിയ വിമർശനമാണ് പോലീസിന് ഏൽക്കേണ്ടി വന്നത്. ആ ഒരു നാണക്കേട് കൂടി മാറ്റാൻ വേണ്ടി ഈ 300 പേരെ കൃത്യമായി തന്നെ അറസ്റ്റ് ചെയ്ത് അവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുക എന്നതാണ് കേരള പോലീസിന്റെ നിലപാട്. അത്തരത്തിലൊരു നിലപാട് കൈക്കൊണ്ടാൽ ഈ 300 പേരെന്ന് പറയുന്നത് സാധാരണ അണികളാണ്. ഇപ്പോൾ ഈ അറസ്റ്റായിരിക്കുന്ന 11 പേരെ കൃത്യമായി ആ കാറ് ചുറ്റിനും വളഞ്ഞു നിന്ന് ആക്രമിച്ച 11 പേരെയാണ് ഇപ്പോൾ പോലീസ് പ്രാഥമികമായി അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതിന് ശേഷം ഇവർക്ക് പിന്നിൽ നിന്ന് അല്ലെങ്കിൽ അക്രമാസക്തമായി തടിച്ചുകൂടിയ അവരെ കൃത്യമായി തന്നെ വിഷ്വൽസ് സഹിതം പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. അതിലെ ഓരോരുത്തരെയും കൃത്യമായി ഐഡന്റിഫൈ ചെയ്ത് അറസ്റ്റ് ചെയ്യുക എന്നുള്ള ശ്രമകരമായ ദൗത്യമാണ് പോലീസിന് മുന്നിലുള്ളത്. അത് എത്രയും വേഗം പൂർത്തീകരിക്കുക എന്നുള്ളതാണ് പോലീസിന്റെ ഇപ്പോഴത്തെ നീക്കം. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.